KFC KSCB ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്ക് മൂപ്പര് വഴി കാത്തുക്കും. വന്നാട്ടെ. മുഹൂർത്തം തെറ്റും. സ്ഥലം എത്തി. അത് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ. ഏതായാലും വന്ന കാര്യം നടക്കട്ടെ. മുതലാളി എത്തിക്കോളും. അങ്ങനെ ഇപ്പൊ എത്തണ്ട, വണ്ടി തിരിച്ചു വിട്ടെ. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത്. അല്ല ഇത് ആരാ? സുലോചനെ, എന്താ ഇവിടെ ഇരിക്കണേ? വാ വാ വാ. എന്നെ മനസ്സിലായില്ലേ? ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത. ഓ, ഓർമ്മയുണ്ട്. വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു. ഒളിച്ചോടിയതും രഹസ്യ ചെയ്തതും എല്ലാം. വാ 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 വാ. ഹസ്ബൻഡിന്റെ പേരെന്താ? സേതുമാധവൻ. ഇതിലെ ഇതിലെ ചേച്ചി സുലോചനെ അറിയല്ലേ? മേലെ മഠത്തിലെ ശ്യാമയുടെ ഫ്രണ്ട്. ഒളിച്ചോടിയ ഇത് സുലോചനയുടെ ഭർത്താവ്. തട്ടിക്കൊണ്ടുപോയ വീരൻ. ശ്യാമ അകത്തുണ്ട്. വേണ്ട, നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും. ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക്? ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ? എവിടെ ആളെവിടെ? സുഖമില്ലാതെ കിടപ്പിലായി പോയി. അതെ, ഭയങ്കര വയറിളക്കം. ആര് പറഞ്ഞു? വെറും വേദനയുള്ളൂ. ഇതാരാ? ഇത് ഞാൻ ഭർത്താവ് അല്ല, ഭർത്താവിന്റെ ഫ്രണ്ട്. പുറത്തു വന്നോളൂ, ഞാൻ വന്നേക്കാം. അത് കറക്റ്റ്. നീ എന്നോട് ക്ഷമിക്കണം ശ്യാമേ, എനിക്ക് ഉടനെ പോണം. സേതുവേട്ടന് ഭക്ഷണവും മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ. നീ എന്തായി പറയുന്നത്? എന്റെ കല്യാണത്തിന് വന്നിട്ട് ശ്യാമേ പ്ലീസ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഈ ഒരു അവസ്ഥ ഞാനെന്ത് പറയാനാ? നിന്റെ ഇഷ്ടം. പോട്ടെ. എടാ, നിന്നെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണം തല്ലാൻ. എടാ, ഇമ്പീരിയൽ ഹോട്ടലിന് മുമ്പിൽ 2 മണിക്കൂറോളം ഞാൻ കാത്തിരുന്നു കാലിനടി വേര് വിളിച്ചു. കല്യാണത്തിന് ഒറ്റയ്ക്ക് വേണ്ടി വന്നല്ലേ സുലു? ഈ വിട്ടി കൂഷ്മാണ്ട കാരണം അത്. ഇമ്പീരിയൽ ഹോട്ടലിന്റെ മുമ്പിലല്ല, മലബാർ പാലസിന്റെ മുമ്പിലല്ലേ എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു. ഒറ്റ അടി വെച്ച് തന്നോണ്ടല്ലോ റാസ്കൽ. ആരാന്ന് പറ, ചേരാന്ന് കേൾക്കുന്ന ദ്രോഹി. സദ്യയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സുലു? പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം ഭംഗിയായി. പക്ഷെ ഞാൻ കല്യാണം എങ്ങനെയായിരുന്നു കുഞ്ഞെ? ആളൊക്കെ ഉണ്ടായിരുന്നോ? ആശയവിനിമയത്തിൽ വന്നുപെട്ട ഒരു തകരാറാണ്. എന്നെ സേതുവേട്ടന്റെ ഭാര്യയായി മറ്റുള്ളവർ മുമ്പിൽ കാണിക്കാൻ കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടാവൂല്ലേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ കേൾക്കാം. കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ സുലു? വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവില്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എല്ലാരും പരിചയപ്പെടും ചെയ്തു. തൽക്കാലത്തേക്ക് നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഭർത്താവ് നിങ്ങളുടെ പണിക്കാരൻ സുലു. എന്റെ ഭർത്താവെന്നും പറഞ്ഞ് ഓരോരുത്തർ ആ കരിമന്തിയോട് കിന്നാരം ചോദിക്കുന്ന കേട്ടപ്പോ എന്റെ തൊലി പൊളിഞ്ഞു പോയി. മതിയായി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ സേതുവേട്ടനോട് ഞാൻ ഒരിക്കലും കെഞ്ചൂല്ലായിരുന്നു. നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. ഒന്നും വേണ്ട, ഞാനല്ലേ നാണം കെട്ടത്. ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം. സുലു, ഞാൻ പറയും. എന്താ കുഞ്ഞെ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഒന്നുമില്ല. മണ്ണൂർക്കരയുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി 18ാമത്തെ വയസ്സിൽ കല്യാണമായതാ. കെട്ട് കഴിഞ്ഞ് 7ാം പക്കം പുതിയാപ്പിള ദുബായിക്ക് പ്ലെയിൻ കയറി. ആദ്യം 1-2 കത്തുകളൊക്കെ വന്നു. പിന്നെ ഒരു വിവരവും ഇല്ല. മാസം 1 ആയി, 2 ആയി, 6 ആയി, 10 ആയി. പുതിയാപ്പിളയുടെ പൊടിയില്ല. ഒടുക്ക ആരെ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി. അമ്മ എന്ത് ചെയ്തു? 2 പൊതി ഭസ്മം കൊടുത്തു. ഒന്ന് കറുപ്പ്, ഒന്ന് ചുമപ്പ്. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു 7 കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം 2-2 ആയി കലക്കാൻ. എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും
കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ. എന്റെ കുഞ്ഞേ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. മൂന്നാം പക്കം പുതിയ അപ്പള ബാഗും തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യം അമ്മയോട് തുറന്നു പറയുക. അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക. അറിയുന്നു, എല്ലാം അറിയുന്നു. ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ, ആ മനുഷ്യനെ മാത്രം. ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട്, എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം പോലും എനിക്ക് തന്നില്ല. മതിയായി, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണ്. അവനെ തിരിച്ചെടുക്കാം. അമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. അമ്മ ഒരു തകിടെഴുതി പൂജിച്ചു തരാം. അത് ഭദ്രമായി ഒരു കുടത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചിടണം. മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം. 101 വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. അമ്മയെ വിശ്വസിക്കൂ, വിശ്വാസമാണ് രക്ഷ. എന്താ ചേച്ചാ? ബാലകൃഷ്ണൻ നായർ രൂപ തരുമോ? ഇല്ല, രൂപ തന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു. എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത്? നായന്മാര് നന്നാകാത്തത് ഇങ്ങനെ ദുരഭിമാനികളായത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കേട്ടിരിക്കുക എന്നല്ലാതെ എന്ത് പറയാൻ. അന്ന് പോയില്ലേ, ഞാൻ പഠിപ്പിച്ച ഒരു രാമേന്ദ്രനുണ്ട്. ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ. അവിടം വരെ പോയി ഒന്ന് ചോദിച്ചാലോ? കിട്ടുന്നത് തോന്നുന്നുണ്ട് അച്ഛനെ. ഒരിക്കൽ പെൻഷൻ വാങ്ങാൻ പോയപ്പോ കണ്ടതാ. തൊഴുത് വർത്തമാനമൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്യും, ഛേദമില്ലാത്ത കാര്യമല്ലേ. പണത്തിന്റെ കാര്യം വരുമ്പോഴാ. ശരിയാ. പിന്നെ ഇനി ആരാ ഉള്ളത്? ആരാ ഇത്ര പണം തരിക? ഞങ്ങള് മക്കള് കൊള്ളരുതാത്തവരായി പോയത് കൊണ്ടാ അച്ഛനെ ഈ പ്രായത്തിൽ പണത്തിന് വേണ്ടി നാട് നീളെ തെണ്ടേണ്ടി വരുന്നത് അല്ലേ? മോനെ, ഞങ്ങളെ ശപിക്കില്ലെന്നറിയാം, എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം. ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ടുപടിക്ക് ചെന്ന് കൈനീട്ടണ്ട. ഞാനൊരു ശ്രമം നടത്തട്ടെ. പകലുറക്കം പതിവുണ്ടോ സുലുവിന്? ഒരു തലവേദന, ബാമ്പുരട്ടെ, ഒന്ന് മയങ്ങിപ്പോയി. സൈതോട്ടം വന്നിട്ട് കുറെ നേരമായോ? തലവേദന കുറവില്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചോണ്ട് വരാം. ഓ വേണ്ട. സുലു, എനിക്ക് അതിപ്പോ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഒരു പ്രധാന കാര്യം. ഞാനത് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല. പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തത് കൊണ്ടാ. അതുകൊണ്ടാ. തെളിച്ചു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ സൈതോട്ടാ. അതെ, അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. സോറി, സുലുവിൻ്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു. അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് വാങ്ങിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ
സേതുട്ടാ ഓ ഇങ്ങോട്ട് നോക്കിയേ. കൊച്ചുനാൾ മുതൽ സേതുവേട്ടന്റെ ഒപ്പം കളിച്ചു വളർന്ന സുലോചന ഇത്. ഇക്കാലം വരെ ഇതെന്റേത്, ഇത് സേതുവേട്ടൻ്റെതെന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല, ഒന്നിലും. പക്ഷെ സേതുവേട്ടൻ എന്നെ ഒരു അന്യായിട്ടാ ഇപ്പൊ കാണുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ ഇത്രയും മടി കാണിക്കില്ലല്ലോ. അങ്ങനെ നല്ല സുലു. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവേട്ടൻ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു. സേതുവേട്ടന് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ. ആശ എന്റെ സ്വന്തം അനിയത്തി തന്നെയാ, അറിയോ?